ഇടുക്കിയുടെ ഹൃദയഭാഗത്ത് ആത്മീയതയും വിശ്വാസവും ഒരുമിക്കുന്ന ഒരു പുണ്യഭൂമി തൊടുപുഴയ്ക്ക് സമീപത്തുള്ള കാഞ്ഞിരമറ്റം മഹാദേവ ക്ഷേത്രം. ഒരുപാട് വിശ്വാസികളാണ് ദിനംപ്രതി ഈ ക്ഷേത്രത്തിൽ വന്നു പോകുന്നത്. ഈ ക്ഷേത്ര വിശേഷങ്ങളാണ് ഇന്നത്തെ ദൈവമേ കേട്ടിടാം സെഗ്മെന്റിൽ. ഇടുക്കി തൊടുപുഴയിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ക്ഷേത്രമാണ് കാഞ്ഞിരമറ്റം മഹാദേവ ക്ഷേത്രം. 108 ശിവക്ഷേത്രങ്ങളിൽ ഇടുക്കി ജില്ലയിലെ ഏക അമ്പലമാണിത്. മണിനാഥങ്ങളും ദീപപ്രഭയും നിറഞ്ഞ അന്തരീക്ഷം. പുലർച്ചെ മുതൽ നിരവധി ഭക്തരാണ് ഇവിടേക്കെത്തുക. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ക്ഷേത്രം വിശ്വാസത്തിന്റെ പ്രതീകമായി ഇന്നും നിലകൊള്ളുന്നു. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ പരമശിവന്റെ ദർശനം പടിഞ്ഞാറേ ദിശയിലേക്കാണ്. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണിതെന്നാണ് ഐതിഹ്യം. ആചാരപരമായ പ്രത്യേകതകളും ഈ അമ്പലത്തിനെ ശ്രദ്ധേയമാക്കുന്നു. 108 ശിവാലയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നും പടിഞ്ഞാറേക്ക് ദർശനമായിട്ട് ഇടുക്കി ജില്ലയിലെ അതിപുരാതനമായിട്ടുള്ള മഹാദേവ ക്ഷേത്രമാണ്. ഇവിടെ പിതൃക്കൾക്ക് പ്രാധാന്യമായിട്ടാണ് ആചരിക്കുക. അപ്പോൾ പശ്ചിമ ദർശനമായിട്ടുള്ള ബലിക്കല്ലാണ് പിതൃക്കളിലെ ഇതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് പിതൃക്കൾക്ക് മോക്ഷം നൽകാനായിട്ടിരിക്കുന്ന ദേവനായിട്ടാണ് സങ്കല്പം. വടക്കൻകൂർ രാജവംശത്തിന്റെ ആസ്ഥാനം തൊടുപുഴയിലായിരുന്ന കാലത്താണ് കാഞ്ഞിരമറ്റം മഹാദേവ ക്ഷേത്രം നിർമ്മിച്ചത്. 1500 വർഷത്തെ പഴമയുടെ കഥ പറയാനുണ്ട് ഈ മലയോര ശിവക്ഷേത്രത്തിന്. വടക്കൻകൂർ രാജവംശത്തിന്റെ കീഴിലാണ് അമ്പലം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ദേവീക്ഷേത്രമായിട്ട് പണിയാനായിട്ടിരുന്നു. ഭഗവതി ഇവിടെ പ്രതിഷ്ഠിക്കാനായിട്ട് ഇരുന്ന സമയത്ത് ഭഗവതി ശിവക്ഷേത്രത്തിൻ്റെ സ്ഥാനത്തിരിക്കുകയും ഭഗവാൻ ഇങ്ങോട്ട് മാറിയിരിക്കുകയും ചെയ്തെന്നാണ് ഐതിഹ്യം. ഉപദേവതകളായി ഗണപതി, ശാസ്താവ്, ദുർഗ, വനദുർഗ, നാഗദൈവങ്ങളും ഇവിടെ കുടികൊള്ളുന്നു. ഓരോ പ്രാർത്ഥനയും ഓരോ വഴിപാടും ഇവിടെ ഒരു ആത്മീയ അനുഭവമായി മാറും. മഹാശിവരാത്രി നാളുകളിൽ ക്ഷേത്രത്തിൽ വലിയ തിരക്കും അനുഭവപ്പെടാറുണ്ട്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം നിലനിർത്തി വരുന്ന കാഞ്ഞിരമറ്റം മഹാദേവ ക്ഷേത്രം പ്രദേശവാസികളുടെ വിശ്വാസത്തിന്റെ പ്രതീകമായി മാറിയിരിക്കുകയാണ്. ക്ഷേത്രത്തിലെ ശാന്തതയും ആത്മീയവുമായ അന്തരീക്ഷം ഭക്തരെ ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണ്. ന്യൂസ് മലയാളം, ഇടുക്കി.